മോദിക്കെതിരായ അഴിമതിയുടെ തെളിവുകൾ രാഹുൽ എപ്പോഴാണ് പുറത്തുവിടുകയെന്ന് അരവിന്ദ് കെജ്രിവാൾ. അഴിമതി ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയുമായി ധാരണയിലെത്തിയെന്ന ആരോപണം ശക്തമാവുകയാണ്. രാഹുലിൻ്റെ ഇതിനിടെ റോബർട്ട് വധേരയ്ക്ക് ആദായ നികുതി വകുപ്പ് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ബിക്കാനേർ ഭൂമി ഇടപാടിൻ്റെ പേരിലാണ് നോട്ടീസ്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സന്തോഷ് എം ചേരുന്നു. സന്തോഷ്, രാഹുലും മോദിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ പോലും ദുരൂഹതയുണ്ട് എന്ന് ആരോപിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് കെജ്രിവാളിന്റെ പ്രസ്താവന. അതടക്കം ഉള്ള വിശദാംശങ്ങളിലേക്ക് പോയാൽ. അജിംഷാദ്, കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പാർട്ടി തന്നെയും അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു ദശാസന്ധിയിലാണ് ഇപ്പോൾ ഉള്ളത് എന്ന് പറയേണ്ടി വരും. വലിയ രീതിയിലുള്ള സമ്മർദ്ദമാണ് പാർട്ടി നേതൃത്വം നേരിടുന്നത്. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ തന്നെ അഴിമതിക്ക് തെളിവുണ്ടെന്ന രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനം അത് കഴിഞ്ഞ് 2 ദിവസം പിന്നിട്ടിട്ടും ഈ തെളിവുകൾ പുറത്തുവിടാൻ രാഹുൽ ഗാന്ധി തയ്യാറായിട്ടില്ല. പ്രതിപക്ഷ പാർട്ടികൾക്കിടയിലും നേരത്തെ ഒപ്പം നിന്ന പ്രതിപക്ഷ പാർട്ടികൾക്കിടയിലും അതോടൊപ്പം തന്നെ കോൺഗ്രസ് പാർട്ടിയിലും തന്നെ ഇത് സംബന്ധിച്ച ഭിന്നത ഉടലെടുത്തിരിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ എടുത്തുചാട്ടമാണ് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത് എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ പാർട്ടിക്ക് അകത്ത് തന്നെ ഉയർന്നു വരുന്നത്. അതേസമയം തന്നെ ഏറ്റവും നിർണായകമായ മറ്റു ചില കാര്യങ്ങൾ കൂടി. ഇന്നലെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ച അനവസരത്തിലാണെന്നും കോൺഗ്രസും BJPയും തമ്മിൽ ഒത്തുകളി നടന്നു എന്നുള്ള ആരോപണവും ശക്തമായിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ചതിന്റെ തൊട്ടടുത്ത ദിവസമാണ് അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഇടപാടിൽ പുതിയ അഴിമതിയുമായി ബന്ധപ്പെട്ട തെളിവുകൾ പുറത്തു വന്നത്. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിക്കും മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനും സോണിയയുടെ രാഷ്ട്രീയകാര്യ സെക്രട്ടറി അഹമ്മദ് പട്ടേലിന്റെയും ഉൾപ്പെടെയുള്ള പേരുകൾ പരാമർശിച്ചുകൊണ്ടുള്ള അഗസ്റ്റ വെസ്റ്റ്ലാൻഡിന്റെ തെളിവുകളാണ് പുറത്തു വന്നത്. ഈ ഒരു ഘട്ടത്തിൽ അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് അഴിമതിയുടെ കൂടുതൽ തെളിവുകൾ പുറത്തു വരികയും കേന്ദ്ര സർക്കാർ ഈ കേസിൽ CBIക്ക് കർശനമായിട്ടുള്ള നിലപാടുകൾ എടുക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്ത ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് പാർട്ടി ഈ ആരോപണങ്ങൾ ദുർബലപ്പെടുത്തുകയാണ് എന്നുള്ള തരത്തിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഈ ഒരു ഘട്ടത്തിൽ BJPയും കോൺഗ്രസും തമ്മിൽ ധാരണയുണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അഗസ്റ്റ വെസ്റ്റ്ലാൻഡും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിക്കെതിരെ രാഹുൽ ഗാന്ധിയുടെ കൈവശമുള്ള തെളിവുകളും ഇപ്പോൾ പുറത്തുവിടാതെ നിൽക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത്. ദില്ലി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി തലവനുമായ അരവിന്ദ് കെജ്രിവാൾ അല്പസമയത്തിനകം തന്നെ പത്രസമ്മേളനം നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കെജ്രിവാൾ രാവിലെ തന്നെ ട്വിറ്റർ വഴി രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്തിരുന്നു. എന്താണ് രാഹുൽ ഗാന്ധി തെളിവുകൾ പുറത്തുവിടാത്തത് എന്നാണ് അരവിന്ദ് കെജ്രിവാൾ ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് പ്രതിപക്ഷ കക്ഷികൾക്കും വലിയ രീതിയിലുള്ള അമർഷമാണ് ഈ കാര്യത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും BSPയും SP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഈ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പാർലമെന്റിൽ അവസരം ലഭിച്ചാൽ പ്രധാനമന്ത്രിക്കെതിരെ വലിയ തെളിവുകൾ, പൊട്ടിത്തെറിയുണ്ടാക്കുന്ന, ഭൂകമ്പമുണ്ടാക്കുന്ന ബുള്ളറ്റ് പ്രൂഫ് തെളിവുകൾ പുറത്തുവിടുമെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനം. 10 പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ ഒപ്പം ചേർത്ത് പാർലമെന്റിൽ നടത്തിയ ഈ വാർത്താ സമ്മേളനം ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാക്കും എന്നുള്ള ചർച്ചകളും സജീവമായിരുന്നു. എന്നാൽ തൊട്ടടുത്ത ദിവസം പാർലമെന്റ് സമ്മേളിച്ച സമയത്ത് സ്വാഭാവികമായും അന്ന് ഭരണകക്ഷികൾ ബഹളം വെച്ചതുകൊണ്ട് തന്നെ സംസാരിക്കാൻ അവസരം ലഭിച്ചില്ല എന്ന് പറയാം. എന്നാൽ ഇന്നലെ പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിന്റെ അവസാന ദിവസം രാഹുൽ ഗാന്ധി സംസാരിക്കാനുള്ള ഒരു ശ്രമം പോലും നടത്തിയില്ല. പാർലമെന്റിൽ ഒരു നോട്ടീസ് പോലും നൽകിയില്ല. അതുമാത്രമല്ല, പാർലമെന്റിൽ സംസാരിക്കാൻ അവസരം ലഭിച്ചില്ലെങ്കിൽ പാർലമെന്റിന് പുറത്ത് പ്രതിപക്ഷ MPമാർ യോഗം ചേർന്ന് ബദൽ പാർലമെന്റ് സംവിധാനം ഉണ്ടാക്കി തെളിവുകൾ പുറത്തുവിടും എന്നുള്ള പ്രചരണവും ഉണ്ടായിരുന്നു. എന്നാൽ ഇതൊന്നും തന്നെ സംഭവിച്ചില്ല. പാർലമെന്റ് പിരിഞ്ഞ ഉടനെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചക്കാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സംഘം പോയത്. ഉത്തർപ്രദേശിലെ കർഷകരുടെ കടമെഴുതി തള്ളണം എന്നുള്ളതായിരുന്നു ആവശ്യം. ഈ അനവസരത്തിൽ പ്രധാനമന്ത്രിയുമായി കൈകൊടുക്കാൻ പോയതിനെയാണ് നേരത്തെ ഒപ്പം നിന്ന പ്രതിപക്ഷ പാർട്ടികൾ വിമർശിക്കുകയും ചെയ്തിരുന്നത്. ഏതായാലും നിരവധി കോൺഗ്രസിനെതിരെ രാഹുൽ ഗാന്ധിയുടെ അല്ലെങ്കിൽ സോണിയാഗാന്ധിയുടെ കുടുംബത്തിനെതിരായ നിരവധി തെളിവുകൾ കേന്ദ്ര സർക്കാരിന്റെ കൈവശമുണ്ട്. ഒന്ന് അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഇടപാടുമായി ബന്ധപ്പെട്ടതാണ്. മറ്റൊന്ന് നാഷണൽ ഹെറാൾഡ് കേസ് ഇപ്പോഴും കോടതിയുടെ പരിഗണനയിലാണ്. സോണിയാഗാന്ധിയുടെ മരുമകൻ റോബർട്ട് വദ്രയ്ക്കെതിരായ ഭൂമി കുംഭകോണ കേസുകളുടെ നിരവധി തെളിവുകളുണ്ട്. ഈ തെളിവുകൾ വച്ച് വിലപേശിക്കൊണ്ട് മറ്റ് ആരോപണങ്ങളിൽ നിന്നും കോൺഗ്രസിനെ പിന്തിരിപ്പിക്കുക എന്നുള്ള രാഷ്ട്രീയ തന്ത്രം BJPയും ഇവിടെ പുറത്തെടുക്കുന്നു. ഏതായാലും രാഹുൽ ഗാന്ധിയുടെ കൈവശം തെളിവുകൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇത്ര ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് പാർലമെന്റിൽ വെച്ച് വാർത്താ സമ്മേളനം വിളിച്ച് ഇല്ലാത്ത തെളിവുകൾ ഉണ്ട് എന്ന് പറയാനുള്ള രാഷ്ട്രീയ മണ്ടത്തരം രാഹുൽ കാണിക്കില്ല എന്നാണ് ഇപ്പോഴും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഏതായാലും എന്ത് ധാരണയാണ് ഇനി ഉണ്ടായിരിക്കുന്നത് എന്ന് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് പുറത്തു വരാനുള്ളത്. അജിംഷാ. ശരി, സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് അഴിമതി കേസിൽ പുനർവിചാരണയ്ക്ക് ഉത്തരവ്. ഫിൻ മെക്കാനിക്ക മുൻ മേധാവി ഗീസപ്പ് ഓർഗ്സിനെതിരെ
ആണ് പുനർവിചാരണ. നേരത്തെ ഇറ്റാലിയൻ കോടതി ഇയാൾക്ക് 4 വർഷം തടവ് ശിക്ഷ വിധിച്ചിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി മനു ശങ്കരൻ ചേരുന്നു. മനു, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അജിംഷാദ്, എന്തായാലും അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് കേസിൽ ഈ ഇറ്റാലിയൻ കോടതി തന്നെ ശിക്ഷിച്ചിരുന്ന കമ്പനി സിഇഒ ആയിരുന്ന ഗൈസ് ഓർസിയെ വീണ്ടും വിചാരണ ചെയ്യാനാണ് ഇപ്പോൾ ഇറ്റാലിയൻ കോടതി ഉത്തരവ് ഇട്ടിരിക്കുന്നത്. നേരത്തെ ഇയാളെയും അതോടൊപ്പം കമ്പനിയുടെ മറ്റൊരു മേധാവി സ്പിക്കോളിനെയും 4 വർഷത്തേക്ക് ഇറ്റാലിയൻ കോടതി ശിക്ഷിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ശിക്ഷാ നടപടികൾ എല്ലാം മരവിപ്പിച്ചുകൊണ്ട് മുൻ സിഇഒ ഗൈസപ്പ് ഓർസി അടക്കം വീണ്ടും വിചാരണ ചെയ്യാൻ ഇറ്റാലിയൻ കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഇറ്റാലിയൻ കോടതിയിൽ തന്നെ ഈ ഇടപാടിലെ ഇടനിലക്കാരൻ ക്രിസ്ത്യൻ മിഷേൽ നടത്തിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ CBI ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തുകയും ഇന്ത്യയിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിക്ക് ഇതുമായി ബന്ധപ്പെട്ട് അടുത്ത ബന്ധമുണ്ട് എന്ന് ഇടനിലക്കാരൻ ക്രിസ്ത്യൻ മിഷേൽ ഇറ്റാലിയൻ കോടതിയിൽ വെളിപ്പെടുത്തുകയും ചെയ്തത്. ഈ വെളിപ്പെടുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് CBI ഇന്ത്യയിൽ അന്വേഷണം ശക്തമാക്കുകയും ചെയ്തിരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ വീണ്ടും ഈ അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഇടപാടിൽ പുനർവിചാരണ ഉത്തരവ് ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. എന്നാൽ ഇതിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, കഴിഞ്ഞ ദിവസം തന്നെയാണ് ക്രിസ്ത്യൻ മിഷേലിന്റെ ഒരു ഡയറി കുറിപ്പ് പുറത്തു വന്നത്. ഈ ഡയറി കുറിപ്പിൽ പറഞ്ഞിരുന്നത് ഇന്ത്യയിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ കുടുംബത്തിന് 113 കോടി രൂപ നൽകിയിരുന്നു. കൂടാതെ AP അഹമ്മദ് പട്ടേൽ എന്ന് സംശയിക്കുന്ന AP എന്ന പേരിൽ ഉള്ള ആൾക്ക് ഇതിനുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്നും കരാർ ഉറപ്പിക്കുന്നതിന് കൃത്യമായ നിർദ്ദേശങ്ങൾ ഇയാൾ നൽകിയിരുന്നു എന്നും ഈ ഡയറി കുറിപ്പിൽ പ്രതിപാദിക്കുകയും ചെയ്തിരുന്നു. അതിനാൽ തന്നെ ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ കഴിഞ്ഞ ദിവസം CBI തന്നെ പുറത്തുവിടുകയും ചെയ്തതാണ്. അതിനാൽ ഈ ഡയറി കുറിപ്പും ഇനി പുനർവിചാരണ ഇക്കാര്യത്തിൽ ഇറ്റലിയിൽ നടക്കുമ്പോൾ നിർണായകമായി തന്നെ ഈ കേസിൽ വരും എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനാൽ തന്നെ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് ഇറ്റാലിയയിലെ ഈ വിചാരണ നടപടിയും ഇന്ത്യയിൽ വഴിവെക്കാനാണ് സാധ്യത. അജിംഷാ. ശരി മനു, മനു ശങ്കരനാണ് വിവരങ്ങൾ നൽകിയത്. ദില്ലി എയിംസ് ആശുപത്രിയിൽ രോഗികളെ പിഴിഞ്ഞ് ഡിജിറ്റൽ പണമിടപാടുകൾ പ്രോത്സാഹിപ്പിക്കാൻ പുതിയ പരിഷ്കാരം. ആധാർ കാർഡ് ഇല്ലാത്ത രോഗികളുടെ രജിസ്ട്രേഷൻ ഫീസ് 10 ഇരട്ടിയായി വർദ്ധിപ്പിച്ചു. ആധാർ കാർഡ് ഉടമകൾക്ക് സൗജന്യ രജിസ്ട്രേഷൻ അനുവദിക്കും. പണരഹിത ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി പ്രീപെയ്ഡ് കാർഡും ഏർപ്പെടുത്തും. കള്ളപ്പണം വെളിപ്പെടുത്താനുള്ള അവസരമൊരുക്കി പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന പദ്ധതി ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. പദ്ധതി പ്രകാരം 50% നികുതിയും പിഴയും നൽകി കണക്കിൽപ്പെടാത്ത പണം വെളിപ്പെടുത്താം. 2017 മാർച്ച് 31 വരെയാണ് ഈ രീതിയിൽ പണം വെളുപ്പിക്കാനുള്ള അവസരമുള്ളത്. ഇപ്രകാരം കള്ളപ്പണം വെളിപ്പെടുത്തുന്നവരുടെ വിശദാംശങ്ങൾ രഹസ്യമായി സൂക്ഷിക്കും. റവന്യൂ സെക്രട്ടറി ഹഷ്മുഖ് അദിയെയാണ് പദ്ധതി പ്രഖ്യാപിച്ചത്. നവംബർ 29 പാർലമെന്റിൽ ധനബില്ലായി അവതരിപ്പിച്ച നികുതി നിയമം 2ാം ഭേദഗതി ബിൽ അനുസരിച്ചാണ് പുതിയ പദ്ധതി. CPIM പ്രവർത്തകനായിരുന്ന വിഷ്ണുവിനെ കൊലപ്പെടുത്തിയ കേസിൽ കോടതി ഇന്ന് വിധി പറയും. കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 13 പ്രതികൾക്കുള്ള ശിക്ഷയാണ് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി വിധിക്കുക. കേസിൽ 16ാം പ്രതിയായ അരുൺകുമാറിനെ കോടതി കുറ്റക്കാരനല്ലെന്ന് കണ്ട് വിട്ടയച്ചിരുന്നു. തിരുവനന്തപുരം കൈതമുക്ക് സ്വദേശിയും RSS നഗരകാര്യവാഹുമായ സന്തോഷ് മണ്ണന്തല, കേരളാദിത്യപുരം സ്വദേശി മനോജ് എന്നിവരാണ് പ്രധാന പ്രതികൾ. 2008 ഏപ്രിൽ 1 തിരുവനന്തപുരത്ത് കൈതമുക്ക് പാസ്പോർട്ട് ഓഫീസിന് മുന്നിൽ വെച്ചാണ് CPIM കളക്ട്രേറ്റ് ബ്രാഞ്ച് കമ്മിറ്റി അംഗവും DYFI നേതാവുമായിരുന്ന വഞ്ചിയൂർ സ്വദേശി വിഷ്ണുവിനെ ബൈക്കിലെത്തിയ സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. 2008 ഏപ്രിൽ 1 തിരുവനന്തപുരത്ത് കൈതമുക്ക് പാസ്പോർട്ട് ഓഫീസിന് മുന്നിൽ വെച്ചാണ് CPM കളക്ട്രേറ്റ് ബ്രാഞ്ച് കമ്മിറ്റി അംഗവും DYFI നേതാവുമായിരുന്ന വഞ്ചിയൂർ സ്വദേശി വിഷ്ണുവിനെ ബൈക്കിലെത്തിയ സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. RSS പ്രവർത്തകർ നടത്തിയ ഈ കൊലപാതകം രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ ഭാഗമായിരുന്നുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കേസിലാകെ 16 പ്രതികളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ ഒരാൾ കൊല്ലപ്പെട്ടു. മറ്റൊരു പ്രതി ആസാമനി ഇപ്പോഴും ഒളിവിലാണ്. കേസിൽ വിചാരണ പൂർത്തിയാക്കിയ തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി 13 പ്രതികളും കുറ്റക്കാരാണെന്ന് വിധിച്ചു. 16ാം പ്രതി അരുൺകുമാറിനെ തെളിവുകളില്ലാത്തതിനെ തുടർന്ന് കോടതി വിട്ടയച്ചു. അതേസമയം കുറ്റക്കാരാണെന്ന് കോടതി പറഞ്ഞ 13 പ്രതികൾക്കുമുള്ള ശിക്ഷ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി TK മിനിമോൾ വിധിക്കും. തിരുവനന്തപുരം കൈതമുക്ക് സ്വദേശിയും RSS നഗരകാര്യവാഹവുമായ സന്തോഷ് മണ്ണന്തല, കേരളാദിത്യപുരം സ്വദേശികളായ മനോജ് എന്ന കക്കോട് മനോജ്, ബിജുകുമാർ, ഹരിലാൽ, അരുൺകുമാർ എന്ന ഷൈജു ഇവരാണ് കേസിലെ ആദ്യ പ്രതികൾ. പ്രതികൾക്കെതിരെ കൊലപാതകം, ഗൂഢാലോചന എന്നിവ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വട്ടപ്പാറ C സാജൻ പ്രസാദാണ് കേസിൽ ഹാജരായത്. 118 സാക്ഷികളെ വിചാരണ വേളയിലെ വിവിധ ഘട്ടങ്ങളിലായി കോടതി വിസ്തരിച്ചിരുന്നു. ശംഖുമുഖം AC ആയിരുന്ന P രഘുനാഥ്,
വഞ്ചൂർ ക്രൈം എസ് ഐ സി മോഹനൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു വിഷ്ണു വധക്കേസിന്റെ അന്വേഷണം നടന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പൂട്ടിയിട്ടിരിക്കുന്ന സ്വകാര്യ കശുവണ്ടി ഫാക്ടറികൾ തുറക്കണമെന്നാവശ്യപ്പെട്ട് കാഷ്യൂ വർക്കേഴ്സ് സെന്റർ CITUവിന്റെ നേതൃത്വത്തിൽ തൊഴിലാളികൾ ഫാക്ടറി പടിക്കൽ അനിശ്ചിതകാല നിരാഹാര സമരം തുടരുകയാണ്. തുറന്ന് പ്രവർത്തിക്കുന്ന ഫാക്ടറികളിൽ ശമ്പളം നൽകുന്നില്ലെന്ന പരാതിയുമുണ്ട് ഇവർക്ക്. 300ഓളം കശുവണ്ടി ഫാക്ടറികളാണ് പൂട്ടിയിട്ടിരിക്കുന്നത്. ഇവിടെ പണിയെടുത്തിരുന്ന ആയിരക്കണക്കിന് തൊഴിലാളികൾ പട്ടിണിയിലായതിനെ തുടർന്നാണ് കാഷ്യൂ വർക്കേഴ്സ് സെന്റർ CITUവിന്റെ നേതൃത്വത്തിൽ ഫാക്ടറി പടിക്കൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചത്. അടഞ്ഞുകിടക്കുന്ന ഫാക്ടറികൾ തുറക്കുക, മിനിമം കൂലി ഉറപ്പാക്കുക, തുറന്നു പ്രവർത്തിക്കുന്ന ഫാക്ടറികളിലെ തൊഴിലാളികളുടെ കൂലി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നിരാഹാര സമരം. തൊഴിലാളികൾക്ക് വേണ്ടി CPIM, DYFI ഉൾപ്പെടെ വർഗ ബഹുജന സംഘടനാ പ്രവർത്തകരും നിരാഹാരം അനുഷ്ഠിക്കും. ആദ്യഘട്ടത്തിൽ 50ഓളം ഫാക്ടറി പടിക്കൽക്ക് മുന്നിലാണ് നിരാഹാര സമരം തുടങ്ങിയത്. എല്ലാം ചർച്ച ചെയ്തുകൊണ്ട് ഉടൻ തന്നെ ഈ ഫാക്ടറി തുറക്കുന്നതിനുള്ള സംവിധാനം ഇവിടെ ഉണ്ടാകണം. ഫാക്ടറി അടച്ചിട്ടുകൊണ്ട് ഈ നീക്കം നടത്തിയാൽ അതിനെതിരായിട്ട് ശക്തമായ എല്ലാ രീതിയിലുമുള്ള നടപടികളുമായിട്ട് ട്രേഡ് യൂണിയനുകൾക്ക് മുമ്പോട്ട് പോകേണ്ടതായിട്ട് വരും എന്ന് ഞാൻ ഇവരെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണം. തൊഴിലാളികൾക്ക് തൊഴിൽ നൽകണം, കൂലി ഉറപ്പാക്കണം. ഇതിൻ്റെ തന്നെ കൂലി നിഷേധിക്കാനും വെട്ടിക്കുറയ്ക്കാനും ചില നീക്കങ്ങൾ നടക്കുന്നു. അതിനെ ഒന്നും ഒരു കാരണവശാലും ട്രേഡ് യൂണിയൻ സംഘടന എന്നുള്ള രീതിയിലും തൊഴിലാളികൾക്കും ഒരു രീതിയിലും ഇതിനെയൊന്നും അനുവദിക്കാൻ കഴിയുന്നതല്ല. ഒരു ഭാഗത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങളായ കാഷ്യൂ കോർപ്പറേഷനെയും കാപെക്സിനെയും തകർക്കാനുള്ള നീക്കം നടത്തുകയും മറുഭാഗത്ത് സ്വന്തം ഫാക്ടറികൾ അടച്ചിട്ട് തോട്ടണ്ടി ട്രേഡിംഗ് നടത്തി വൻ ലാഭമുണ്ടാക്കുന്ന കശുവണ്ടി മുതലാളിമാരുടെ നിലപാടിനെതിരെ കൂടിയാണ് നിരാഹാര സമരം. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കാസർഗോഡ് ചീമേനിയിലെ സൈബർ പാർക്ക് നിർമ്മാണ പ്രവർത്തികൾ പുനരാരംഭിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. മുൻ LDF സർക്കാരിന്റെ കാലത്ത് അനുവദിച്ച സൈബർ പാർക്കിന്റെ നിർമ്മാണം UDF സർക്കാർ പൂർണ്ണമായി ഉപേക്ഷിക്കുകയായിരുന്നു. സൈബർ പാർക്ക് പദ്ധതി നടപ്പാക്കാൻ LDF സർക്കാർ നടപടി സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ. മുൻ LDF സർക്കാരിന്റെ കാലത്താണ് കാസർഗോഡ് ചീമേനിയിൽ കേരള പ്ലാന്റേഷൻ കോർപ്പറേഷൻ വിട്ടുകൊടുത്ത 100 ഏക്കറോളം വരുന്ന സ്ഥലത്ത് സൈബർ പാർക്കിന്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചത്. IT മേഖലയിൽ ഉത്തരമലബാറിലെ വലിയ വ്യവസായ സംരംഭമായി കണക്കാക്കിയ ഈ സൈബർ പാർക്കിനെ UDF സർക്കാർ പൂർണ്ണമായി അവഗണിച്ചു. ഇവിടെ മറ്റെന്തെങ്കിലും വ്യവസായം മതി എന്ന നിലപാടിലായിരുന്നു അന്നത്തെ വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. ചീമേനിയിലെ ഒരു IT പാർക്കല്ല, അത് ലോജിക്കില്ല. ചീമേനിയിൽ ആലോചിച്ചു എന്നുള്ളത് ശരിയാണ്. ചീമേനിയിൽ കുറച്ചും കൂടി വലിയ പ്രോജക്റ്റ് കൊണ്ട് എന്നാൽ പദ്ധതി യാഥാർത്ഥ്യമാക്കുമെന്ന ഉറച്ച നിലപാടാണ് LDF സർക്കാർ കൈക്കൊണ്ടത്. UDF സർക്കാർ ചുറ്റുമതിലിന്റെ നിർമ്മാണം മാത്രമാണ് പൂർത്തിയാക്കിയത്. LDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് നിർമ്മാണം തുടങ്ങിവെച്ചെങ്കിലും 2 മാസമായി പ്രവൃത്തി കരാറുകാർ നിർത്തിവച്ചിരിക്കുകയാണ്. നിർമ്മാണം നിർത്തിവെച്ചതിൽ നാട്ടുകാർ ആശങ്കയിലാണ്. കഴിഞ്ഞ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ തറക്കല്ലിട്ട് അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് LDF സർക്കാർ മുന്നോട്ട് പോവുകയും തുടർന്ന് അധികാരത്തിൽ വന്ന ഗവൺമെന്റ് ചീമേനിയിൽ IT പാർക്ക് പോലും വേണ്ട എന്ന തരത്തിലുള്ള പ്രഖ്യാപനമാണ് നടത്തിയത്. എത്രയും പെട്ടെന്ന് തന്നെ ഇതിന്റെ പണി ആരംഭിച്ച് IT പാർക്ക് ത്വരിതഗതിയിൽ ഇതിന്റെ പ്രവർത്തനം തുടങ്ങി LDF സർക്കാർ മുന്നോട്ട് പോകും എന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. വ്യാവസായികമായി പിന്നോക്കം നിൽക്കുന്ന ജില്ലയാണ് കാസർഗോഡ്. ചീമേനി സൈബർ പാർക്ക് പദ്ധതിയെ വളരെ പ്രതീക്ഷയോടെയാണ് നാട്ടുകാർ കാത്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പെരുമ്പാവൂർ പാണിയേലിപ്പോരി വെള്ളച്ചാട്ടത്തിൽ 4 പേർ മുങ്ങി മരിച്ചു. പാണിയേലിപ്പോരിലെ റിസോർട്ട് ഉടമയായ ബെന്നി, വയനാട് സ്വദേശി അനുപം, ഉത്തർപ്രദേശ് സ്വദേശി ആദിത്യ പട്ടേൽ, ബീഹാർ സ്വദേശി അനുധവ് ചന്ദ്ര എന്നിവരാണ് മരിച്ചത്. പെരുമ്പാവൂർ പാണിയേലിപ്പോരിൽ റിസോർട്ട് നടത്തുന്ന അലിയാട്ടുകുടി ബെന്നി എബ്രഹാമിന്റെ മകളുടെ സുഹൃത്തുക്കളാണ് പാണിയേലിപ്പോർ വെള്ളച്ചാട്ടത്തിൽ കുളിക്കാനിറങ്ങുമ്പോൾ അപകടത്തിൽപ്പെട്ടത്. വൈകുന്നേരം 4 മണിയോടെയായിരുന്നു സംഭവം. ആദ്യം വെള്ളത്തിൽ പോയ ഒരാളെ രക്ഷിക്കാനിറങ്ങുമ്പോഴാണ് മറ്റു 2 പേരും ഒഴുക്കിൽപ്പെടുന്നത്. ഇവരെ രക്ഷിക്കാൻ വെള്ളത്തിലിറങ്ങുകയായിരുന്നു ബെന്നി. വയനാട് സ്വദേശിയായ അനുപം, ഉത്തർപ്രദേശ് സ്വദേശിയായ ആദിത്യ പട്ടേൽ, ബീഹാർ സ്വദേശിയായ അനുധവ് ചന്ദ്ര എന്നിവരും രക്ഷിക്കാനിറങ്ങിയ ബെന്നി മുങ്ങിമരിച്ചു. അപകടം നടന്ന 1 മണിക്കൂറിന് ശേഷമാണ് വാർത്ത പുറം ലോകം അറിയുന്നത്. വനം വകുപ്പ് അധികൃതരും അഗ്നിശമന സേനാംഗങ്ങളും നാട്ടുകാരും മുങ്ങൽ വിദഗ്ധരും ചേർന്ന് നടത്തിയ രക്ഷാപ്രവർത്തനങ്ങളെ വിഫലമാക്കി വൈകുന്നേരം 6 മണിയോടെ 4 മൃതദേഹങ്ങളും കിട്ടി. പുറമെ ശാന്തമായാണ് പെരിയാറിന്റെ കൈവഴിയായ പാണിയേലിപ്പോര് വെള്ളച്ചാട്ടം കാണപ്പെടുന്നത്. എന്നാൽ ഇടുങ്ങിയ പാറയിടുക്കുകളും അടിയൊഴുക്കുമുള്ള പ്രദേശമായ ഇവിടെ അപകടം പതിവാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. 90ഓളം പേരാണ് ഇവിടെ അപകടത്തിൽപ്പെട്ട് മരിച്ചിട്ടുള്ളത്. നിരന്തര അപകടമരണങ്ങളുടെ പശ്ചാത്തലത്തിൽ 2 വർഷം മുമ്പ് വനം വകുപ്പ് ഇവിടത്തെ സുരക്ഷ ശക്തമാക്കിക്കൊണ്ടുള്ള നിയന്ത്രണങ്ങളും നടപടികളും സ്വീകരിച്ചിരുന്നു. തൽഫലമായി അപകടങ്ങൾ കുറഞ്ഞു വരികയായിരുന്നു. അതിനിടയിലാണ് നാടിന് നടുക്ക് വീണ്ടും മുങ്ങിമരണമുണ്ടാകുന്നത്. ഡൽഹി സെന്റ് സ്റ്റീഫൻസ് കോളേജിലെ ബിരുദ വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ട 3 പേരും. ബെന്നിയുടെ മകളുടെ സഹപാഠികളായ ഇവർ മറ്റ് 15 പേർക്കൊപ്പം കേരളത്തിലേക്ക് ടൂർ വന്നതായിരുന്നു.
4 പേരുടെയും മൃതദേഹം പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. 21ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ മാധ്യമ പുരസ്കാരത്തിൽ ഇലക്ട്രോണിക്സ് മീഡിയ വിഭാഗത്തിൽ കൈരളി TV വി ചാനലിന് പ്രത്യേക ജൂറി പുരസ്കാരം. ചലച്ചിത്രമേളയോടനുബന്ധിച്ച് സംപ്രേഷണം ചെയ്ത ഫിലിം ഫെസ്റ്റിവൽ ഡയറി 2016 എന്ന പ്രോഗ്രാമാണ് പുരസ്കാരത്തിന് അർഹമാക്കിയത്. പ്രോഗ്രാം പ്രൊഡ്യൂസർ നൈന സുനിൽ മന്ത്രി AK ബാലനിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. 10,000 അതിരാവിലെണീറ്റ് വരുന്നു പകരം നിറയും കനവിൻ നഗരം മൂന്നാർന്നേ. 21ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ നിറക്കാഴ്ചകൾ ഹൃദ്യമായ മികവോടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതിനാണ് കൈരളി വി ചാനലിന് പ്രത്യേക ജൂറി പുരസ്കാരം ലഭിച്ചത്. ഫിലിം ഫെസ്റ്റിവൽ ഡയറി 2016 എന്ന പേരിലായിരുന്നു വി ചാനൽ പ്രത്യേക പരിപാടി സംപ്രേഷണം ചെയ്തത്. മാധ്യമ പുരസ്കാര ചടങ്ങിൽ ഇലക്ട്രോണിക്സ് മീഡിയ വിഭാഗത്തിൽ കൈരളി വി ചാനലിന് പ്രത്യേക ജൂറി പരാമർശവും ലഭിച്ചു. പുരസ്കാരം പ്രോഗ്രാം പ്രൊഡ്യൂസർ നൈന സുനിൽ മന്ത്രി AK ബാലനിൽ നിന്ന് ഏറ്റുവാങ്ങി. സ്പെഷ്യൽ മെൻഷൻ നൈന സുനിൽ, കൈരളി TV. ഡിസംബർ 9 മുതൽ 16 വരെ മേളയിൽ അവതരിപ്പിച്ച സിനിമകളുടെ അവലോകനവും കഥാതന്തുക്കളും നിറഞ്ഞ പ്രത്യേക പ്രോഗ്രാമായിരുന്നു ഫിലിം ഫെസ്റ്റിവൽ ഡയറി 2016. ന്യൂസ് ഡെസ്ക്. ആർമി റിക്രൂട്ട്മെന്റിനായി എത്തിയ ഉദ്യോഗാർത്ഥികൾക്ക് ആവശ്യമായ സേവനങ്ങൾ ഒരുക്കുകയാണ് കണ്ണൂരിൽ CPIM നേതൃത്വത്തിൽ നടക്കുന്ന IRPC സ്വാന്തന പരിചരണ വിഭാഗം. 4500-ൽ പരം ഉദ്യോഗാർത്ഥികൾക്കായി 200 വോളണ്ടിയർമാരാണ് സേവന രംഗത്തുള്ളത്. പോലീസ് മൈതാനിയിലെ ആർമി റിക്രൂട്ട്മെന്റ് റാലിക്ക് എത്തിയവർക്ക് കൈത്താങ്ങാവുകയാണ് CPIM നേതൃത്വം നൽകുന്ന IRPC സന്നദ്ധ സേവന സംഘടന. വെള്ളി ശനി ദിവസങ്ങളിലായി 4600 ഉദ്യോഗാർത്ഥികളാണ് റിക്രൂട്ട്മെന്റ് റാലിയിൽ പങ്കെടുക്കാനെത്തുന്നത്. IRPC ഉപദേശക സമിതി ചെയർമാൻ P ജയരാജൻ ഹെൽപ്പ് ഡെസ്ക് ഉദ്ഘാടനം ചെയ്തു. വ്യാഴാഴ്ച രാത്രിയോടെ എത്തിത്തുടങ്ങിയ ഉദ്യോഗാർത്ഥികൾക്കായി കട്ടൻ കാപ്പി, ചൂടുവെള്ളം, വസ്ത്രങ്ങളും ലഗേജുകളും സൂക്ഷിക്കാനുള്ള ക്ലോക്ക് റൂം തുടങ്ങി എല്ലാ സംവിധാനങ്ങളും IRPC വളണ്ടിയർമാർ ഒരുക്കിയിട്ടുണ്ട്. 200 വളണ്ടിയർമാരാണ് പോലീസ് മൈതാനിയിൽ തയ്യാറാക്കിയ പ്രത്യേക പന്തലിൽ സേവനമനുഷ്ഠിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായാണ് സന്നദ്ധ സംഘടന ഇത്തരം സൗകര്യങ്ങൾ ആർമി റിക്രൂട്ട്മെന്റ് റാലിക്കായി എത്തുന്നവർക്ക് ഒരുക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെ വിമർശനവുമായി കോൺഗ്രസ് നേതാക്കൾ സന്നിധാനത്ത്. ആചാരകാര്യങ്ങളിൽ തന്ത്രിയുടേതാണ് അവസാന വാക്കെന്ന് K മുരളീധരൻ MLA പറഞ്ഞപ്പോൾ കോൺഗ്രസ് നോമിനികൾ നേതൃത്വം നൽകുന്ന ഭരണസമിതിയുടെ പ്രവർത്തനത്തിൽ പാർട്ടിക്ക് ദുഃഖമുണ്ടെന്നായിരുന്നു വക്താവ് രാജ്മോഹൻ ഉണ്ണിത്താനും തുറന്നു പറഞ്ഞത്. തുടർച്ചയായി 42ാം വർഷമാണ് മുരളീധരൻ സന്നിധാനത്ത് അയ്യപ്പ ദർശനത്തിനായി എത്തുന്നത്. ധനു 1-ന് അച്ഛൻ K കരുണാകരനുമൊപ്പമായിരുന്നു ആദ്യ ദർശനം. നാളിതുവരെ എത്തിയ ക്ഷേത്രത്തിന്റെ പേരുമാറ്റത്തെക്കുറിച്ചും തന്റെ നിലപാട് വ്യക്തമാക്കാനും രാഷ്ട്രീയക്കാരനായ ഈ ഭക്തൻ മടിച്ചില്ല. സാധാരണ ക്ഷേത്ര കാര്യങ്ങളിൽ തന്ത്രിമാരാണ് അഭിപ്രായം പറയാറ്. ഇത് തന്ത്രിയും ദേവസ്വം ബോർഡും കൂടെ ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യം. ലീഡർ കരുണാകരനോടൊപ്പം ദർശനം നടത്തിയ ഓർമ്മകൾ രാജ്മോഹൻ ഉണ്ണിത്താനും പങ്കുവച്ചു. ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ദേവസ്വം ബോർഡ് സർക്കാരിനേക്കാൾ വലുതല്ല എന്ന കാര്യം സ്വന്തം പാർട്ടിക്കാരനായ ബോർഡ് പ്രസിഡന്റിനെ ഓർമ്മിപ്പിക്കാനും അദ്ദേഹം മറന്നില്ല. എന്തിന്റെ പേരിലായാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരിക്കലും ഒരു സംസ്ഥാന ഗവൺമെന്റുമായി ഒരു തുറന്ന യുദ്ധത്തിന് പോകുന്നത് മര്യാദയല്ല. ഒരു സംസ്ഥാന ഗവൺമെന്റ് സഹായവും സഹകരണവും ഇല്ലാതെ ആ സീസൺ ഭംഗിയായി നടത്തിക്കൊണ്ടു പോകാൻ ഒരിക്കലും ഒരു ദേവസ്വം ബോർഡിനെ കൊണ്ടാവില്ല. എന്തായാലും സംസ്ഥാന ഗവൺമെന്റിന് താഴെയാണ് ദേവസ്വം ബോർഡ് എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കവും വേണ്ട. ന്യൂസ് ബ്യൂറോ, ശബരിമല.